ഹായ് ഫ്രണ്ട്സ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ദാ നല്ല വാഴയിലയിൽ പൊതിച്ചോറും കെട്ടി നമ്മൾക്കൊരു ബ്യൂട്ടിഫുൾ സീനിക് ഡ്രൈവിന് പോയാലോ? ഇവിടെ വാഴയൊന്നും ഇല്ല കേട്ടോ, ഏല കടയിൽ നിന്ന് മേടിച്ചതാണ്. വാട്ടിയെടുത്തിട്ട് നമ്മുടെ ടിപ്പിക്കൽ പൊതിച്ചോറിന് പറ്റിയ കറികളൊക്കെ ഉണ്ട്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, മുട്ട പൊരിച്ചത്, ക്യാബേജ് തോരൻ, ചമ്മന്തി, പിന്നെ ഇത്തിരി തൈരും നാരങ്ങ അച്ചാറും എല്ലാം കൂടെ പൊതി കെട്ടിയിട്ട് നമ്മൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ഡ്രൈവാണ്. ടി എസ്റ്റേറ്റ് റോഡാണ്. നല്ല രസമാണ് അതിൽ കൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട്. എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ പൊതിയൊക്കെ കെട്ടി ഡ്രൈവിന് പോയിട്ട് എവിടെയെങ്കിലും നിർത്തി അത് കഴിക്കുക. ചെറിയ ഡ്രൈവാണെങ്കിൽ കൂടെ ഞാനത് റിയലി എൻജോയ് ചെയ്യാറുണ്ട്. ഇനി എങ്ങോട്ടാണ് നമ്മൾ ഡ്രൈവ് പോകുന്നതെന്ന് പറയാം. ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയം കോയമ്പത്തൂർ പോകുന്ന ആ റോഡിൽ കൂനൂർ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ഹെയർപിൻ ബെൻഡുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന കൂനൂർ കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഹെയർപിൻ ബെൻഡ്. ആ ഹെയർപിൻ ബെൻഡിൽ നിന്ന് നമ്മൾ ഹെയർപിൻ ബെൻഡ് ഇറങ്ങി മേട്ടുപ്പാളയം അങ്ങോട്ട് പോകാതെ ആ ഹെയർപിൻ ബെൻഡിൽ നിന്ന് നേരെ ഒരു വഴി പോകുന്നുണ്ട്. ആ വഴി ആക്ച്വലി നമ്മൾ ഇന്നാൾ കിന്നക്കോരയ്ക്ക് പോയില്ലേ, ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കുന്ത എന്ന് പറഞ്ഞിട്ടൊരു ഡാമിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നല്ലോ. അങ്ങോട്ട് ഇതിലേക്കൂടെ പോകാം. ആ വഴിയിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇതിപ്പോൾ കൂനൂരിൽ നിന്ന് ശരിക്കും ഹെയർപിൻ ബെൻഡ് വരേക്കും 2.8 കിലോമീറ്റർ ആണുള്ളത്. 3 കിലോമീറ്റർ ഇല്ല, അതിൽ ഒരു ഇത്തിരി കുറവ്, ഒരു 200 മീറ്റർ കുറവുണ്ട്. ഈ ഒരു സ്ഥലത്തിന് കാട്ടേരി എന്നാണ് പറയുന്നത്, ഈ ഹെയർപിൻ ബെൻഡും ഈ ഒരു ഭാഗത്തിന്. അപ്പം ഈ വഴി താഴോട്ട് പോകുന്നതാണ് നമ്മൾ മേട്ടുപ്പാളയം കോയമ്പത്തൂർ പോകുന്നത്. ഈ ഹെയർപിൻ ബെൻഡ് ഇറങ്ങി, ഇത് 14th ഹെയർപിൻ ബെൻഡാണ്. ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാതെ ഈ നേരെയുള്ള വഴിയിലാണ് പോകുന്നത്. ആ ഒരു ഹെയർപിൻ ബെൻഡിൽ നിന്ന് എക്സാക്ട്ലി ഒരു 200 മീറ്റർ വരുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ബോർഡ് കാണാം. നമ്മൾ താഴേക്ക് പോകുന്നത് ബെങ്കാം നോൺസച്ച് എന്ന് പറഞ്ഞാൽ അതൊരു എസ്റ്റേറ്റാണ്. നേരെ പോയാൽ കുന്ത എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ആ നേരെ മേലോട്ട് പോകാതെ വീണ്ടും താഴേക്കുള്ള വഴിയിലേക്കാണ് പോകുന്നത്. എസ്റ്റേറ്റ് റോഡാണ് ഇത്. ഗ്ലെൻഡെയിൽ നോൺസച്ച് എന്നൊക്കെ പറയുന്ന ഫാക്ടറീസും എസ്റ്റേറ്റും ഒക്കെയുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്രൈവാണ്. അപ്പോൾ ഇവിടുന്ന് താഴേക്കാണ് നമ്മളുടെ ഇന്നത്തെ ഡ്രൈവ്. പിന്നെ ഇതിലെ കൂടെ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഒരു ഡ്രൈവിന് പോവുകയാണ്. നമ്മൾക്കൊരു നല്ലൊരു പീസ്ഫുൾ, നല്ല റിലാക്സിങ് ആയിട്ടുള്ള, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, നല്ല ഒരു വഴിയാണ് ഇങ്ങനെ ഡ്രൈവ് പോകാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ കടകളോ അങ്ങനെ ഹാപ്പനിങ് പ്ലേസ് ഒന്നും അല്ല, ജസ്റ്റ് ഡ്രൈവ് എൻജോയ് ചെയ്യാനായിട്ട് ഈ ഒരു നേച്ചർ, ഇതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ വേണമെങ്കിൽ നമ്മൾ കയ്യിൽ കരുതുക. എന്നിട്ട് ഇടയ്ക്ക് പല സ്ഥലങ്ങളുണ്ട്, നമുക്ക് വണ്ടി സൈഡിൽ നിർത്തിയിട്ട് നമുക്ക് വ്യൂ എൻജോയ് ചെയ്യുകയോ സ്നാക്കൊക്കെ കഴിക്കുകയോ അങ്ങനെ ചെയ്യാനായിട്ട്. ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഗ്ലെൻഡെയിൽ എന്ന് പറഞ്ഞാൽ ഫാക്ടറി കഴിഞ്ഞിട്ട് ഒരു സ്പോട്ടാണ് നമുക്ക് നിർത്താൻ. ഈ ഒരു ബ്രിഡ്ജ് കാണുന്നത് റെയിൽവേ നീൽഗിരി ഊട്ടി ട്രെയിൻ ഉണ്ടല്ലോ, അത് പോകുന്ന ആ ഒരു റെയിൽവേ ട്രാക്കാണ്. അതൊക്കെ നല്ല രസമാണ് അവിടെ നിർത്തി കാണാനായിട്ട്. ജസ്റ്റ് സ്ലോലി റിലാക്സ് ആയിട്ട് ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ തന്നെ കൂടെയോ ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല ഒരു ഇത്. ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ തന്നെയും വരാറുണ്ട്, അല്ല ഞങ്ങൾ ഫാമിലി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരാറുണ്ട്. ഇതുപോലെ ചിലപ്പോൾ സ്നാക്സോ കോഫിയോ ഒക്കെ എടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ ഇതുപോലെ ലഞ്ച് പാക്ക് ചെയ്തുകൊണ്ട് വരും. ഇങ്ങനെ ചില സ്ഥലങ്ങളുണ്ട് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എത്ര ദൂരം പോകണമോ അത്രയും പോകാം. ഒരു 10 കിലോമീറ്റേഴ്സ് 15 കിലോമീറ്റേഴ്സ് അങ്ങനെ പോയിട്ട് ജസ്റ്റ് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് വരാം, അത്രേ ഉള്ളൂ. വേറെ ഇതിൽ പോയാൽ എവിടെയെങ്കിലും എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയാനില്ല. അപ്പം നിങ്ങൾ ഊട്ടിയിലൊക്കെ വരുമ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പല പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഗാർഡനും പൈക്കറിയും എന്താ പറയുക ദൊത്തുപേട്ട അങ്ങനെയുള്ള സ്പോട്ട്സൊക്കെ കവർ ചെയ്ത് കാണാൻ. ഇത് ജസ്റ്റ് നമുക്കൊരു റിലാക്സിങ് മോഡ്, ജസ്റ്റ് ഒരു ഡ്രൈവ്, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതുപോലെയുള്ള ഡ്രൈവ്സിനൊക്കെ വരുമ്പോൾ ബൈസൺ അല്ലെങ്കിൽ കാട്ടുപോത്ത് അല്ലെ ഗൗർ എന്ന് പറയും, അതിനെ കാണാൻ വഴിയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ പറയുവാണ്, അത് ആനയെപ്പോലെ തന്നെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. അത് എപ്പോഴും അറ്റാക്ക് ചെയ്യില്ലായിരിക്കും, പക്ഷേ അത് എപ്പോൾ അതിന് ത്രെറ്റായിട്ട് തോന്നുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറ്റാക്ക് ചെയ്യും.
അത് ചാർജ് ആയാലും ഒരു 60 കിലോമീറ്റർ സ്പീഡിലായിരിക്കും അത് വരുന്നത്. അത് നമ്മളുടെ വണ്ടിയൊക്കെ അതിങ്ങനെ കുത്തിമറിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. പലരും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതിനെ കാണുമ്പം സെൽഫി എടുക്കാനൊക്കെ നോക്കുന്നത്. ഭയങ്കര അപകടമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് മുന്നേ കൂനൂർ പാർക്കിനകത്ത് ഈ ബൈസൺ ഉണ്ടായിരുന്നു. ഒരു കപ്പിള്, പല ആൾക്കാരുണ്ടായിരുന്നു പാർക്കിനകത്ത്. ഒരു കപ്പിള് വന്നിട്ട് ചെന്നൈയിൽ നിന്നാണോ വന്നതാണെന്ന് തോന്നുന്നു, പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. അവർ സെൽഫി എടുക്കാൻ നോക്കിയിട്ട് അത് ലേഡിയെ അറ്റാക്ക് ചെയ്തിട്ട് അവർ മരിച്ചുപോയി. അതിൻ്റെ സീരിയസ്നെസ് പലർക്കും അറിയില്ല. അങ്ങനെ പല ഇൻസിഡൻസ് ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഇത് ഒരുപാടുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അറിയില്ലെങ്കിൽ ജസ്റ്റ് ബി കെയർഫുൾ. ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നിട്ട് കാണുകയോ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാവുള്ളൂ. അല്ല വെളിയിൽ ഇറങ്ങിയിട്ട് സെൽഫി എടുക്കാനൊക്കെ നോക്കരുത്. അത് ഭയങ്കര അപകടകരമാണ്. ഈ ഒരു ഭാഗത്താണ് ഞാൻ മിക്കവാറും വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ അവിടെ നോക്കി നിൽക്കും. ഞാനിവിടെ തന്നെ ആണ് താമസിക്കുന്നതെങ്കിലും ഓരോ പ്രാവശ്യം എനിക്കിവിടെ വരുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ്. പിന്നെ മിക്കവാറും ഇവിടെ നിർത്തിയായിരിക്കും എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നത്. ഇപ്പോൾ ലഞ്ചാണെങ്കിലും സ്നാക്കാണെങ്കിലും അല്ല കോഫി ആണെങ്കിലൊക്കെ ഞങ്ങൾ കഴിക്കാറുള്ളത് ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ടാണ്. ഇവിടെ ആകുമ്പോൾ വണ്ടി നിർത്താൻ കുറച്ചൊരു സ്പേസ് ഉണ്ട്. എന്താ പറയുക, ഇത് നോൺ സച്ച് എന്ന് പറഞ്ഞ എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും ഇവിടെ നിർത്തിയാണ് ഫുഡൊക്കെ കയ്യിലുള്ളത് കഴിക്കാറുള്ളത്. ഇവിടെ നിന്ന് മേടിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ തന്നെ ആയിട്ട് കൂടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡ്രൈവ് പോകുന്നതും ഇങ്ങനെ നിർത്തി ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ ഓരോ പ്രാവശ്യം നോക്കി നിൽക്കുന്നതൊക്കെ ഒരു എന്താ പറയുക, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ സിറ്റീസിൽ നിന്നോ അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസിൽ കൂടെ ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് തിരിച്ച് നിങ്ങൾ നാട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ ആ സ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു നേച്ചർ വൈസും ഒരു ജോഗ്രഫിക്കലി ഒക്കെ എൻ്റയർലി ഡിഫറെൻറ്റ് പ്ലേസ് ആയിരിക്കുമല്ലോ. നമ്മളിവിടേക്ക് വരുന്നത് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഈ നേച്ചറും ഈ മൗണ്ടൻസും ഈ തണുപ്പും ഒക്കെ എൻജോയ് ചെയ്യാനായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഡ്രൈവ്സൊക്കെ പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ അതൊരു സ്പെഷ്യൽ മെമ്മറി ആയിരിക്കും. പൊതിയും കെട്ടി വന്നിട്ട് കുറേ നേരമായി. ചുമ്മാതെ എളുപ്പം തണുക്കും. അപ്പോൾ പിന്നെ ഇത്രയും നേരമായിട്ടത് പൊതി കെട്ടി വെച്ചിട്ട് തണുത്തിട്ടുണ്ട്. പക്ഷേ അതങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ ഇപ്പോൾ ലഞ്ച് പാക്ക് ചെയ്ത് എവിടെ പോയാലും ചൂടോടെ ആയിരിക്കില്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. പക്ഷേ അതൊരു നല്ല ഫീലാണ്. ഈ ഇലയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് വന്നിട്ട് കഴിക്കുമ്പോഴത്തേക്കും എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും വായിൽ വെള്ളം വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഫീലല്ലേ ഇങ്ങനെ പൊതി കെട്ടി വന്നുകൊണ്ട് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ കഴിക്കട്ടെ. അങ്ങനെ പൊതിച്ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് ഹെയർ പിൻ പെൻസൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബസ് റൂട്ടാണ്. എപ്പോഴും ബസ്സില്ലെങ്കിലും ഈ എസ്റ്റേറ്റിലോട്ട് വരുന്ന ബസ് സർവീസുണ്ട്. ചില ഭാഗത്തൊക്കെ വഴിക്ക് നല്ല വീതി കുറവാണ്. ഇങ്ങനെയുള്ള റോഡ്സിലുള്ള ഒരു ഇതാണത്. അപ്പം വലിയ വണ്ടി വരുവാണെങ്കിൽ ആ ഭാഗത്തൊക്കെ നമ്മൾ ഒന്നെങ്കിൽ റിവേഴ്സ് എടുക്കുകയോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. അങ്ങനെ പിന്നെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ചെറിയ ടെമ്പിളുണ്ട്. അവിടെ നന്നായിട്ട് വീതി കുറവാണ്. ഞാൻ മുമ്പ് വന്നപ്പോഴത്തേക്കും ഒരു ബസ് വന്നിട്ട് പിന്നെ കുറേ ദൂരം പുറകോട്ട് എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഹെയർ പിൻ ബെൻസ് തുടങ്ങുകയാണ്. ആ ഹെയർ പിൻ ബെൻഡ് തുടങ്ങുന്നിടത്ത് ഞാൻ നിർത്താറുണ്ട്. അങ്ങനെ നിർത്തിയിട്ട്
കുറേ നേരം അവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ചുകൂടെ താഴോട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു പോരും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ടെമ്പിള്. ഈ ഭാഗത്ത് നല്ല വീതി കുറവാണ് വഴിക്ക്. പിന്നെ ഇത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഹെയർ പിൻ ബെൻഡ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഹെയർ പിൻ ബെൻഡ് എത്തി. ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാറുള്ള അടുത്തൊരു സ്പോട്ടാണ്. ഇവിടെ നിർത്തിയിട്ട് കോഫിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് കുടിച്ച് അങ്ങനെ ഇരിക്കും കുറച്ച് നേരം. പിന്നെ താഴോട്ടും കുറേ ഹെയർ പിൻ ബെൻസ് ഉണ്ട്, പോകാൻ നല്ലതാണ്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങോട്ട് ഇനിയും താഴോട്ട് പോകുന്നില്ല, ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് പുതിയ ചാനലാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ബൈ.